നിങ്ങളുടെ പ്രശ്നം എന്താ നിങ്ങളുടെ കൂടെ കസ്റ്റമർ നിൽക്കാത്തെ? എന്താ അവർ നിങ്ങളുടെ വളർച്ചയ്ക്കൊപ്പം കൂടെ നിൽക്കാത്തെ? അന്നേരം പിടിച്ച് താറാവിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് വയറ്റി കിടക്കുന്ന മുട്ടയെല്ലാം എടുക്കാനുള്ള നോട്ടമാണ് നിങ്ങൾ. ആ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ ഓർത്താൽ മതി. ഓരോ സെയിൽ നടക്കുമ്പോഴും ഓർത്തോണം, ഇതൊരു പൊന്മുട്ടയിടുന്ന താറാവാണ് എന്ന്. ആ താറാവിൽ നിന്ന് മുട്ട മാത്രമേ എടുക്കാവൂ. താറാവിനെ കൊല്ലരുത്. താറാവിനെ വളർത്തിക്കൊണ്ടേയിരിക്കണം. നമ്മളുടെ കസ്റ്റമേഴ്സിനെ 3ആയിട്ട് തരംതിരിക്കണം. ഒന്നാമത്തതാണ് യുവർ ടോപ്പ് 20%, രണ്ടാമത്തതാണ് യുവർ ബോട്ടം 20%, മൂന്നാമത്തതാണ് യുവർ മിഡിൽ 60%. ബ്ലാക്ക് ലിസ്റ്റ് യുവർ ബോട്ടം 20. അടുപ്പിക്കരുത് ഇവന്മാരെ, പറഞ്ഞു വിട്ടേക്കണം. ഇവൻ പറയുന്നത് കേട്ടോണ്ടാ നിങ്ങൾ വില കൂട്ടാത്തെ. ഇവൻ പോകുമെന്ന് പേടിച്ചാ നിങ്ങൾ ഇരിക്കുന്നേ. ഇവന്റെ ബിസിനസ് കുറയുമോ എന്നാ നിങ്ങളുടെ പേടി. ഇവൻ പോകുമ്പോ അവിടേക്ക് ഇവർ വന്ന് നിറയും. ഇവർ വരാത്ത എന്താ? സ്ഥലമില്ല വരാൻ. ഇവനെ ഇറക്കി വിട്ടേ, അന്ന് ഇവർ വരും. പ്രീമിയത്തിലേക്ക് മാറാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നല്ലോ. മാറിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് മൊത്തം പോയി ആണോ? നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ നിലവിലെ കസ്റ്റമേഴ്സിൽ ടോപ്പ് 20 കസ്റ്റമേഴ്സിൻ്റെ നിലവിലെ പെയിൻ എന്താണെന്ന് കണ്ടെത്തുക. അത് നിങ്ങളുടെ അടുത്ത പ്രൊഡക്റ്റ് ആക്കി മാറ്റുക.